ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്നുള്ള വെർബ് ബേസ് ഫോം ആണെന്ന് നമ്മൾ കണ്ടു. ആയിരിക്കൽ, ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതിന് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ നമ്മൾ പാസ്റ്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ്. പാസ്റ്റ് ഫോമിലെ വെർബിന് പ്രത്യേകതയുണ്ട്. ഈ വെർബിന് മാത്രമേ ഇംഗ്ലീഷില് പാസ്റ്റ് ഫോമില് സിംഗുലറും പ്ലൂറലും ഉള്ളൂ. വേറെ ഇംഗ്ലീഷിലെ ഒരു വെർബിനും ഈ പാസ്റ്റ് ഫോമില് സിംഗുലറും പ്ലൂറലൊന്നും വേറെ ഇല്ല. ഒരു വാക്യം ഉണ്ടാവുള്ളൂ. കം, കെയിം, ഗോ, വെന്റ്, അങ്ങനെ മാത്രമേ. വെന്റ്, കെയിം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വാസ് സിംഗുലർ, വേറെ പ്ലൂറൽ. അർത്ഥം തന്നെയാണ് ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആയിരുന്നു എന്നുള്ളതിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എപ്പോഴും വേർ ഉപയോഗിക്കും, അല്ലെ? പ്ലൂറൽ ആയിട്ടുള്ള വേർ. ബി, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. യു, നീ, നിങ്ങൾ. യു എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലൂറലാ. നീ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ പോലും യു എപ്പോഴും പ്ലൂറലായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുള്ളൂ. ദേ, അവർ. ദേക്ക് പകരം ഫ്രണ്ട്സ്, നൈബേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ബോയ്സ്, ഗേൾസ് ഏതെങ്കിലുമൊക്കെ പറയാം. അപ്പൊ പ്ലൂറൽ ആയാല് നമ്മളെപ്പോഴും ഈ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ വേറെ ഉപയോഗിക്കണം. ഓക്കെ, നമ്മളൊരു വാചകം കണ്ടു. വി വെർ ഹാപ്പി. ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാൻ. പക്ഷെ ഇവിടെ ഒരു ഭാഗമുള്ളൂ, ഒരു കഷ്ണമുള്ളൂ വേർ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ബി എന്ന വെർബിനെ മാത്രം ഇംഗ്ലീഷുകാര് ഒന്നും ചെയ്യത്തില്ല, അതേപടി തന്നെ മുന്നിൽ കൊണ്ടുവന്നിട്ടും. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടു. ഗോസ് എന്നാണെങ്കിൽ ഡസും ഗോയുമായിട്ടൊക്കെ മുറിക്കും. ഗോ എന്നുള്ളതാണെങ്കിൽ ഡു പ്ലസ് ഗോ, ഓർക്കുന്നുണ്ടാ? വെന്റ് എന്നുള്ളതാണെങ്കിൽ ഡിഡ് പ്ലസ് ഗോ, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊന്നും ഇവിടെ ചെയ്യത്തില്ല. അവര് വേറിനെ മുമ്പിൽ കൊണ്ടുവന്നിട്ട ക്വസ്റ്റ്യൻ ആയി. വി വെർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. ക്വസ്റ്റ്യൻ വെർ വി ഹാപ്പി. അപ്പോൾ വേർ എന്ന വെർബ് മുന്നിൽ കൊണ്ടുവന്നിട്ടാല് ചോദ്യമായി. വെർ വി ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. വെർ വി ഹാപ്പി. പഠിക്കുമ്പോഴും അങ്ങനെ പഠിക്കണേ. വെർ വി ഹാപ്പി, വേർ വി ഹാപ്പി അല്ല, വേർ വി ഹാപ്പി. വേർ വി എന്നുള്ളത് ഒരുമിച്ച് പറയാൻ പഠിക്കുക. വേർ വി ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരായിരുന്നു. വേർ വി സ്മാർട്ട്, നമ്മൾ സ്മാർട്ട് ആയിരുന്നു. വേർ വി കൈൻഡ്, നമ്മൾ ദയുള്ളവരായിരുന്നു. വേർ വി പങ്ക്ച്വൽ, നമ്മൾ പങ്ക്ച്വൽ ആയിരുന്നു. നീ യു വെച്ച് നമ്മൾ കണ്ടു. യു എപ്പോഴും പ്ലൂറലാണ്. വേർ യു ഹാപ്പി, നീ സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ നിനക്ക് സന്തോഷമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. വേർ യു സ്മാർട്ട്, നീ സ്മാർട്ട് ആയിരുന്നു. വേർ യു കൈൻഡ്, നീ ദയുള്ളവനായിരുന്നു. വേർ യു പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആയിരുന്നു. നീ ദേ വെച്ച് അവർ അല്ലെങ്കിൽ ഇവർ. വേർ ദേ ഹാപ്പി, അവർ ഹാപ്പി ആയിരുന്നു. വേർ ദേ സ്മാർട്ട്, അവർ സ്മാർട്ട് ആയിരുന്നു. വേർ ദേ കൈൻഡ്, അവർ ദയുള്ളവരായിരുന്നു. വേർ ദേ പങ്ക്ച്വൽ, അവർ പങ്ക്ച്വൽ ആയിരുന്നു. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. വേർ ദേ റിച്ച്, അവർ ധനികരായിരുന്നു. വേർ ദേ പുവർ, അവർ ദരിദ്രരായിരുന്നു. വേർ ദേ ഏബിൾ, അവർ കഴിവുള്ളവരായിരുന്നു. വേർ ദേ സാഡ്, അവർ ദുഃഖിതരായിരുന്നു. വേർ ദേ എഫിഷ്യൻ, അവർ കാര്യശേഷിയുള്ളവരായിരുന്നു. അങ്ങനെ മറ്റു വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കട്ടെ. നമുക്കിത് നോക്കാം. വേർ വി ടീച്ചേഴ്സ്, നമ്മൾ അധ്യാപകരായിരുന്നു. വേർ വി സ്റ്റുഡൻസ്, നമ്മൾ വിദ്യാർത്ഥികളായിരുന്നു. വേർ വി നൈബേഴ്സ്, നമ്മൾ അയൽവാസികളായിരുന്നു. വേർ വി ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. യു വെച്ച്. വേർ വി ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരായിരുന്നു. ഇവിടെ നീ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ പ്ലൂറില്ല. അപ്പൊ നീ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. നിങ്ങളെന്ന് പറയാം, ഒന്നിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നുണ്ട്. വേർ യു ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരായിരുന്നു. വേർ യു സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. നേരത്തെ കണ്ട ഉദാഹരണം പോലെ നിങ്ങൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. വേർ യു സ്റ്റുഡൻസ് ഓഫ് ദിസ് സ്കൂൾ. വേർ യു സ്റ്റുഡൻസ് ഓഫ് ദിസ് സ്കൂൾ. വേർ യു സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. വേർ യു നൈബേഴ്സ്, നിങ്ങൾ അയൽവാസികളായിരുന്നു. വേർ യു ഫ്രണ്ട്സ്, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വെച്ച്. വേർ ദേ ടീച്ചേഴ്സ്, അവർ അധ്യാപകരായിരുന്നു. വേർ ദേ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളായിരുന്നു. വേർ ദേ നൈബേഴ്സ്, അവർ അയൽവാസികളായിരുന്നു. വേർ ദേ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. വേർ ദേ യുവർ ഫ്രണ്ട്സ്, വേർ ദേ യുവർ ഫ്രണ്ട്സ്, അവർ നിന്റെ കൂട്ടുകാരായിരുന്നു. വേർ ദേ യുവർ ടീച്ചേഴ്സ്, അവർ നിന്റെ അധ്യാപകരായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കണം.
അപ്പോ രണ്ടാമത്തെ വാചകം നമ്മൾ കണ്ടു, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണ്. വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, വേറെ മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടുക. വേർ വി ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. വേർ വി ടീച്ചേഴ്സ്, ഞങ്ങൾ അധ്യാപകരായിരുന്നു. വേർ ബി യുവർ ഫ്രണ്ട്സ്, ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നോ. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഒരാൾ മലയാളം പറയുന്നു, മറ്റേ അതിന്റെ ഇംഗ്ലീഷ്, ആദ്യം മലയാളം പറയണം ഒരാൾ അതിന്റെ ഇംഗ്ലീഷ് പറയണം. ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. വേർ വി ഹാപ്പി, അല്ലെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, അതായിരിക്കും കുറെ കൂടി എളുപ്പം പറയാൻ. ഞാൻ ഹാപ്പി ആയിരുന്നു, വേർ വി ഹാപ്പി. ഞാൻ ഹാപ്പി ആയിരുന്നു, വേർ വി ഹാപ്പി. ഞാൻ ഹാപ്പി ആയിരുന്നു, വേർ വി ഹാപ്പി. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകം പറയുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇനി നമ്മുടെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് നോക്കുക. കുറച്ച് വേർബ്സ് എങ്കിലും എല്ലാ ദിവസവും പഠിക്കണം, അർത്ഥം ആ ഫോംസും പഠിക്കുക. പിന്നെ ക്ലാസ് 23 and 50, 23ാമത്തെ ക്ലാസ്സും 50ാമത്തെ ക്ലാസ്സും ഇടയ്ക്കൊക്കെ ഒന്ന് കാണുന്നതല്ല. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ.
ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 9ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പൊ 4 ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം നമ്മൾ കണ്ടതുപോലെ ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഉച്ചാരണവും അതിന്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരെണ്ണം പ്ലൂറലാണ്, ഒന്ന് സിംഗുലർ. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറല്, രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. ഡിഗ്, ഡഗ്, ഡഗ്. സ്റ്റിക്ക്, സ്റ്റക്ക്, സ്റ്റക്ക്. സ്പിൻ, സ്പൺ, സ്പൺ. sting, stung, stung. Cling, clang, clang. Fling, flang, flang. Sling, slang, slang. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇവയില് പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തൊന്നും അല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. വ്യത്യാസമുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുള്ള വെർബുകളൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. നമുക്ക് കാണാം. ആഡ്, ആഡഡ്, ആഡഡ്. അഡ്മയർ, അഡ്മയർഡ്, അഡ്മയർഡ്. apologize, apologized, apologized. Bathe, bathed, bathed. Care, cared, cared. Clear, cleared, cleared. Compare, compared, compared. Connect, connected, connected. Deliver, delivered, delivered. Drag, dragged, dragged. Fill, filled, filled. Hang, hanged, hanged. Heal, healed, healed. Injure, injured, injured. Judge, judged, judged. Murder, murdered, murdered. Like, liked, liked. Memorize, memorized, memorized. Look, looked, looked. Measure, measured, measured. Plan, planned, planned. Notice, noticed, noticed. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗുലറിലെ സ്പെല്ലിംഗിൽ വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ ഡബിൾ ആകുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാക്കുകളുടെ ഉച്ചാരണം പഠിക്കണം, ഈ വാക്കുകളും പഠിക്കണം, അർത്ഥം പഠിക്കുക. ഓക്കെ.